Hi guys, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഐഫോൺ പുറത്തിറക്കുന്ന അവരുടെ 1,79,900 രൂപയുടെ ഫോണായ ഐഫോൺ 13 Pro Maxന്റെ ഒരു അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ ആണ്. അപ്പോൾ ഇത്രയും റേറ്റ് ഉള്ള ഫോണിൻ്റെ അകത്ത് എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്, എന്തൊക്കെ അപ്ഗ്രേഡ് ആണ് അവർ 12 Pro Maxൽ നിന്ന് 13 Pro Maxലേക്ക് കൊണ്ടുവന്നിരിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. സോ മലയാളത്തിൽ ഇതുവരെയായിട്ടും ആരും അൺബോക്സിംഗ് റിവ്യൂ ഇട്ടിട്ടില്ല. അതുകൊണ്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഇങ്ങനൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതെൻ്റെ കൂട്ടുകാരൻ ഈ ഒരു വീഡിയോ ചാനലിൽ നിന്ന് എനിക്ക് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് നിങ്ങളുടെ മലയാളികളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നതാണ്. സോ നമുക്ക് നേരെ ഇതിൻ്റെ അൺബോക്സിങ്ങും ബാക്കി കാര്യങ്ങളൊന്നും നോക്കാം. സൈഡ് ബൈ സൈഡ് ഓവർവ്യൂ ബോക്സിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ റാപ്പിംഗ് കിട്ടുന്നില്ല. സാധാരണ ഫോണിൽ ഇവിടെ സീലൊക്കെ കാണും മോൾ ഭാഗത്തായിട്ട്, അപ്പോൾ സീലും ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇതിൻ്റെ അകത്തില്ല. അപ്പോൾ നമുക്ക് ഈ റാപ്പിംഗ് സീല് കിട്ടാത്തൊരു ഫോണാണ് നമ്മുടെ ഐഫോണിൻ്റെ 13 Pro Max. അപ്പോൾ മുകളിലായിട്ട് നമുക്ക് സ്വൈപ്പ് ചെയ്യാനുള്ള സ്റ്റിക്കർ മാത്രമേ തന്നിട്ടുള്ളൂ. ജസ്റ്റ് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. മുകളിലും താഴെയും തന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ ആപ്പിൾ പറയുന്നത് ഈ ഒരു റാപ്പിംഗ് മാറ്റിയത് നമ്മുടെ എൻവയോൺമെൻറ്റിന് വേണ്ടി നല്ലതാക്കാൻ വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്. സോ എങ്കിൽ ഇവർ ഇതിൻ്റെ അകത്ത് കിട്ടുന്ന സ്റ്റിക്കറും ബുക്കും പേപ്പറും ഒക്കെ എടുത്ത് മാറ്റണമായിരുന്നു. പക്ഷേ അതൊന്നും ഇതിൻ്റെ അകത്ത് കിട്ടുന്നില്ല. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ അകത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇവരെടുത്ത് മാറ്റണമായിരുന്നു. അതൊന്നും എടുത്ത് മാറ്റിയിട്ടില്ല. അതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. എന്തായാലും നമുക്ക് ഈ ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ കണ്ടൻസും കാര്യങ്ങളൊന്നും നോക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് പ്ലാസ്റ്റിക് റാപ്പിംഗ് കിട്ടാത്തൊരു വല്ലാത്തൊരു ദയനീയമായ അവസ്ഥയാണ്. കാരണം നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഐഫോണിൻ്റെ അൺബോക്സിംഗ് ഒക്കെ നമുക്കറിയാമല്ലോ. ഐഫോൺ 12 Pro Maxൻ്റെ 12 സീരീസിൻ്റെ ഒക്കെ നല്ല രീതിയിലാണ് ആ പൊട്ടിച്ചെടുക്കുമ്പോൾ ഉള്ള സൗണ്ടൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഇപ്പോൾ എയറി നിൽക്കുന്നത് നമ്മുടെ ആപ്പിൾ. ഇപ്പോൾ കറൻ്റ്ലി എയറിലാണ് ആപ്പിൾ. കാരണം എന്ന് വെച്ചാൽ മെയിനായിട്ടുള്ള കാര്യം ഇവർ 12 Pro Maxൽ നിന്ന് വലിയ മാറ്റങ്ങളൊന്നും 13 Pro Maxലോട്ട് കൊണ്ടുവന്നിട്ടില്ലെന്നൊക്കെയാണ് പറയുന്നത്. എനിവേ എന്തെങ്കിലും ആവട്ടെ, നമുക്ക് ഈ ഒരു സംഭവങ്ങളൊക്കെ സ്വൈപ്പ് ചെയ്ത് നമ്മുടെ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. നമുക്കൊരു ഗ്രീൻ കളർ ആരോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് എൻവയോൺമെൻറ്റിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഗ്രീൻ അവരവിടെ കൊടുത്തിട്ടുള്ളത്. എന്തായാലും നമുക്കിതിനെ ഒന്ന് സ്വൈപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്യാം. സോ നമുക്ക് ജസ്റ്റ് ഇതിനെ പിക്ക് ചെയ്തതിന് ശേഷം മൈക്ക് ഞാനിവിടെ വെച്ചിരിക്കാം നമുക്ക് സൗണ്ട് കിട്ടാനായിട്ട്. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഇതിനെ ഒന്ന് എടുത്ത് മാറ്റാം. ഓക്കെ. സോ ഫൈനലി നമ്മളതെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലും കൂടെ ഒന്നുണ്ട്, അതും കൂടെ എടുത്ത് മാറ്റാം. ഓക്കെ. ഇത് നമ്മുടെ ഈ ഒരു മഞ്ചിൻ്റെ പെട്ടിയൊക്കെ വാങ്ങിക്കുമ്പോൾ പൊട്ടിക്കുന്ന രീതിയിലുള്ള സംഭവമാണ് കൊടുത്തിട്ടുള്ളത്. എനിവേ നമുക്ക് നമ്മുടെ ഐഫോൺ 13 Pro Maxൻ്റെ ബോക്സിംഗ് പാക്കേജ് ഒന്ന് ഓപ്പൺ ചെയ്യാം. സോ ഇപ്രാവശ്യവും നമുക്ക് ചാർജർലെസ് പാക്കേജിംഗ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. ആ ഒരു ബോക്സിങ്ങിൻ്റെ ആ ഒരു തിന്നസ് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. ചാർജർ നമുക്ക് കിട്ടുന്നില്ല. നമുക്ക് നമ്മുടെ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ബോക്സിൻ്റെ അകത്തുള്ള കണ്ടൻസും ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്കൊന്ന് നോക്കാം. സോ നമുക്കൊരു സിനിമാറ്റിക് മോഡിൽ നമ്മുടെ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. സോ നമുക്ക് പതുക്കെ ഒന്ന് ലിഫ്റ്റപ്പ് ചെയ്യാം. ഓക്കെ. ഈ ഒരു സൈഡൊക്കെ നല്ല റഫാണ് കേട്ടോ. നമ്മളിപ്പോൾ സാധാ ബോക്സിംഗ് പാക്കേജ്, ഈവൻ നമ്മുടെ OnePlusൻ്റെ ബോക്സിംഗ് പാക്കേജ്, OnePlus 9 സീരീസിൻ്റെയൊക്കെ ബോക്സിംഗ് പാക്കേജ് ഒന്ന് പൊക്കി കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് വരും. പക്ഷേ ഇവിടെ നമുക്ക് റഫ്നെസ് കിട്ടുന്നുണ്ട്. ഇവിടെ ക്യാമറ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു കട്ടൗട്ടും കൂടെ നമുക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ ക്യാമറ സ്ക്രാച്ചസ് ഒന്നും നമ്മുടെ എന്താ പറയുക ഐഫോൺ 13 Pro Maxന് വരില്ല. സോ നമുക്ക് ഡിവൈസ് ഒന്ന് ലിഫ്റ്റപ്പ് ചെയ്യാം. കറക്റ്റ് നമ്മുടെ ആ ഒരു ബോക്സിൻ്റെ ഫ്രണ്ടിൽ കണ്ട അതേ ഒരു ഡിസൈനും ആ ഒരു സെയിം കളറെന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ ഫോണിനും കിട്ടുന്നത്. ഇനി നമുക്ക് ബോക്സിൻ്റെ അകത്തുള്ള കണ്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബോക്സിൻ്റെ അകത്ത് നമുക്ക് ആദ്യം തന്നെ കിട്ടുന്നത് മുകളിലായിട്ട് ഡിസൈൻഡ് ഇൻ കാലിഫോർണിയ എന്ന് പറഞ്ഞൊരു കാർഡ് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ ലൈറ്റ്നിങ് കേബിളും കിട്ടുന്നുണ്ട്. ഇത് മാത്രമാണ് കിട്ടുന്നത്. സോ ബോക്സിനകത്ത് ചാർജറില്ല, പ്രത്യേകം വാങ്ങിക്കണം. സോ ഒരു 1,79,900 രൂപയുടെ ഫോൺ അല്ലെങ്കിൽ 1,80,000 രൂപ നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഫോൺ നമ്മൾ പ്രത്യേകം ചാർജർ വാങ്ങിക്കണം. എനിക്ക് തോന്നുന്നു 10,000 15,000 അത്രയാണെന്ന് തോന്നുന്നു ഒരു ചാർജർ റേഞ്ച്. സോ മെയിനായിട്ട് ഞാൻ ചാർജറൊന്നും വാങ്ങിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയത്തില്ല. ഞാൻ മെയിനായിട്ട് പറയാമല്ലോ, ഒരു ഐഫോൺ യൂസർ അല്ല, ഞാനൊരു ആൻഡ്രോയിഡ് യൂസറാണ്. എനിക്കിഷ്ടം OnePlus ആണ്. ഇപ്പോൾ OnePlus തന്നെ സ്വന്തമായിട്ട് തുലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കിപ്പം അതിനിഷ്ടമല്ല. ഓക്കെ. ഇനി നമുക്ക് നമ്മുടെ ബോക്സിൻ്റെ അകത്തുള്ള ബാക്കി കാര്യങ്ങളൊന്നും നോക്കാം. ഒരു സിം ജംഗ്ഷൻ പിന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല ക്ലീനായിട്ട് പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ 12 സീരീസിൽ കണ്ട പോലെ തന്നെ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 2 ഇൻസ്ട്രക്ഷൻ മാനുവൽ കിട്ടുന്നുണ്ട്. സോ നമുക്ക് ആപ്പിളിൻ്റെ ഒരു സ്റ്റിക്കറാണ്. കഴിഞ്ഞ പ്രാവശ്യം 2 സ്റ്റിക്കർ കിട്ടുമായിരുന്നു. ഇപ്രാവശ്യം ഒരു ഒറ്റ സ്റ്റിക്കർ മാത്രമേ കിട്ടുന്നുള്ളൂ. ഇതും ഒരു കുറച്ചുകൂടെ ഒരു ദയനീയമായ അവസ്ഥയാണ്. ഒന്നേ കിട്ടുന്നുള്ളൂ. അത് നല്ലൊരു സ്റ്റിക്കറായിരുന്നു. പിന്നെ നമുക്ക് ഒരു കാർഡും കൂടെ കിട്ടുന്നുണ്ട്. അത് വാറൻറ്റിയാണ്. ഇത്രയും മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ഒരു എന്താ പറയുക കാർഡും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇത് നമ്മുടെ ലൈറ്റ്നിങ് കേബിളാണ്. കഴിഞ്ഞ പ്രാവശ്യം കണ്ട ലൈറ്റ്നിങ് കേബിൾ അല്ല ഈ ഒരു കേബിൾ. ഇത് കുറച്ചുകൂടെ നീളം കിട്ടുന്നുണ്ട് കേട്ടോ. നല്ല നീളം കിട്ടുന്നൊരു കേബിളാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അവർ വളരെ ചെറുതായിട്ടുള്ളൊരു കേബിളാണ് നമുക്ക് ബോക്സിനകത്ത് ഇൻക്ലൂഡ് ആയത്. അത് കുറേ കംപ്ലയിൻസും കാര്യങ്ങളും ഉണ്ടായതുകൊണ്ട്
ഇപ്പോൾ ഏകദേശം കുറച്ച് വലിപ്പം കൂട്ടിയിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഇനി കയ്യിലെടുത്താലേ അറിയത്തുള്ളൂ. സോ അതൊക്കെ എടുത്ത് നമ്മൾ വീഡിയോ ലെങ്ത് കൂട്ടുന്നില്ല. നേരെ നമ്മുടെ നമ്മുടെ iPhone 12 Pro Maxൻ്റെ വിശേഷങ്ങളിലേക്ക് iPhone 13 Pro Maxൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. സോ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വെയിറ്റിങ്ങും ബോഡി വൈസിലേക്ക് നമുക്ക് ആദ്യം തന്നെ കിടക്കാം. അപ്പോൾ ബോഡി വൈസ് നമ്മൾ നോക്കുമ്പോൾ ആദ്യം തന്നെ വെയിറ്റ് നോക്കണം. 240 ഗ്രാമിൻ്റെ വെയിറ്റാണ് ഈ ഒരു ഫോൺ വരുന്നത്. നല്ല വെയിറ്റുള്ള ഫോണാണ്. നമ്മുടെ Mi 11 Ultra'യുടെ കുറച്ചുകൂടെ കൂടിയ വെയിറ്റ് ഈ ഒരു ഫോൺ വരുന്നുണ്ട് കേട്ടോ. നല്ല ബൾക്കിയും അതോടൊപ്പം വെയിറ്റുമായിട്ടുള്ള ഫോണാണ്. മെയിനായിട്ട് നമുക്ക് ഐഫോൺ സ്മാർട്ട് ഫോൺസ് അറിയാമല്ലോ. നല്ല വെയിറ്റുള്ള ഫോണാണ് ഐഫോണിൻ്റെ ഫോണുകൾ വരുന്നത്. അപ്പോൾ നല്ല വെയിറ്റുള്ള ഫോണാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്രണ്ടിലായിട്ട് ഡിസ്പ്ലേയുടെ പാനലിൽ ഒരു കാർഡ്ബോർഡ് ഷീറ്റ് പോലത്തെ ഒരു സംഭവം വെച്ചിട്ടുണ്ട്. നമ്മുടെ 12 സീരീസ് കണ്ട പോലെ തന്നെയാണ്. നമുക്ക് ജസ്റ്റ് അതും കൂടെ ഒന്ന് ലിഫ്റ്റപ്പ് ചെയ്തെടുത്ത് മാറ്റാം. അപ്പോൾ ബാക്ക് ഷെയ്ഡും ബാക്കി കാര്യങ്ങളെല്ലാം ഗുഡാണ്. കയ്യിൽ വെക്കാനുള്ള ഒരു കംഫോർട്ടബിലിറ്റിയും ലുക്ക് ആൻഡ് ഫീലും എല്ലാം നല്ല രസമുണ്ട്. 240 ഗ്രാമേ വെയിറ്റ് വരുന്നുള്ളൂ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ബോക്സിൽ വരുന്ന അതേ സൈസിനുള്ളൊരു ഫോൺ കാണുന്നത്. എക്സാക്ട് നമ്മുടെ ബോക്സ് സൈസാണ് ഈ ഒരു ഫോണിന് വരുന്നത്. ആ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു iPhone 13 Pro Maxൻ്റെ ഇമേജിൻ്റെ അത്രയും സൈസ് മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ എക്സാക്റ്റ് ഒറിജിനലിലും. അപ്പോൾ ആ ഒരു സൈസിനനുസരിച്ചാണ് ഇവർ ചെയ്തിരിക്കുന്നത്. അതും നല്ലൊരു കാര്യം തന്നെയാണ് ഐഫോൺ ചെയ്തിരിക്കുന്നത്. 7.7 mm തിക്നെസ് ഈ ഒരു ഫോണിന് വരുന്നുണ്ട്. അപ്പോൾ അതും നല്ലൊരു കാര്യം തന്നെയാണ്. തിക്നെസ് ഓവറാൾ കൊള്ളാം. സോ നമുക്ക് ഈ ഒരു ഇതിൻ്റെ ഒരു സൗണ്ട് വേണം. അതുകൊണ്ടാണ് ഞാൻ മൈക്ക് എടുത്ത് വെച്ചത്. ഓക്കെ സോ നമ്മുടെ iPhone 13 Pro Maxൻ്റെ ഡിസ്പ്ലേയുടെ ആ ഒരു ഗാർഡ് നമ്മൾ സക്സസ്ഫുള്ളായിട്ട് ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു ഫോൺ ഈ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ ഒരു iOS 15 അപ്ഡേറ്റിനെ പറ്റിയുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊരു ഷോർട്സ് ആയിട്ടാണ് അപ്ലോഡ് ചെയ്തത്. അപ്പോൾ കുറേ പേര് ചോദിച്ചിരുന്നു ഈ ഫോണിനെ കളിയാക്കിയതാണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മെയിനായിട്ടും നമ്മളിപ്പോൾ ഒരു ഫോണിനെ എടുത്ത് പറയുകയാണെങ്കിൽ അതിൻ്റെ നല്ല അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും പറയണം. അപ്പോൾ ഞാൻ അതിൽ കണ്ട ഒരു ഡിസഡ്വാൻറ്റേജാണ് നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ഡിസഡ്വാൻറ്റേജും അഡ്വാൻറ്റേജും പറയും കേട്ടോ. അപ്പോൾ അഡ്വാൻറ്റേജ് ആയിട്ടും നമ്മുടെ iOS 15 അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ iPhone 13 Pro Maxൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഗ്ലാസ് ബിൽഡാണ് ഈ ഒരു ഫോണിൻ്റെ അകത്ത് ടോട്ടലി കൊടുത്തിട്ടുള്ളത്. ഗൊറില്ല ഗ്ലാസിൻ്റെ സപ്പോർട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഗൊറില്ല ഗ്ലാസിൻ്റെ ഏതാണെന്ന് എനിക്കറിയില്ല. നമ്മുടെ GSM മരീനയ്ക്കകത്തും അതോടൊപ്പം 91 മൊബൈൽസിൽ ഒരിടത്തും ഇതിൻ്റെ ഗൊറില്ല ഗ്ലാസ് സപ്പോർട്ട് ഇത് ഏതാണ് കൊടുത്തിരിക്കുന്നത്, വിക്ടസ് ആണോ 6 ആണോ 5 ആണോ ഏതാണെന്നൊന്നും ഒരു ഉറപ്പുമില്ല. ഏതാണെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും ഗൊറില്ല ഗ്ലാസിൻ്റെ സപ്പോർട്ട് ഉണ്ട് കേട്ടോ. സോ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫ്രെയിമാണ് കൊടുത്തിട്ടുള്ളത്. IP68 വാട്ടർ റെസിസ്റ്റൻസും ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. 6 മിനിറ്റ് തൊട്ട് 30 മിനിറ്റ് വരെ നമുക്ക് ഇതിനെ വെള്ളത്തിൻ്റെ അകത്ത് മുക്കിയിടാൻ പറ്റും. സോ ആ ഒരു രീതിയിലുള്ള ഒരു വാട്ടർ റെസിസ്റ്റൻസിയാണ് IP68 കൊണ്ടുവന്നിട്ടുള്ളത്. സോ നല്ലൊരു ഡിസൈനാണ്. ആ ഒരു കർവ്ഡ് ഡിസൈൻ കറക്റ്റ് നമ്മുടെ ഐഫോണിൻ്റെ 5, 6, 5, 4 ആ ഒരു സീരീസിലാണെന്ന് തോന്നുന്നു. ആ ഒരു എഡ്ജസ് തിരിച്ച് നമ്മുടെ 12 സീരീസിലോട്ട് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. സെയിം ആയിട്ടുള്ള ആ ഒരു എഡ്ജസൊക്കെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നല്ല രസമുണ്ട്. നല്ലൊരു എഡ്ജും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയുള്ള ക്യാമറയുടെ മൊഡ്യൂൾസൊക്കെ നമ്മുടെ 12 സീരീസിനെ അപേക്ഷിച്ച് പ്രത്യേകിച്ച് 12 Pro Maxനെ അപേക്ഷിച്ച് കുറച്ച് വലുതാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിലായിട്ട് ഒരു ഗ്ലാസ് രീതിയിലുള്ള ഫ്രെയിമും കുറച്ചുകൂടെ സപ്പോർട്ടീവായിട്ടും നല്ല തിളങ്ങുന്ന രീതിയിലും കൂടെ വെച്ചിട്ടുണ്ട്. സോ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ആ ഒരു ക്യാമറ ബമ്പ് കുറച്ച് കയറി നിൽപ്പുണ്ട്. നിങ്ങൾ ലെൻസോ അല്ലെങ്കിൽ നല്ലൊരു കേസോ കൂടെ ആണെങ്കിൽ അത് ശരിയാവുന്നതായിരിക്കും. സോ നല്ല രീതിയിലുള്ള ഒരു എഡ്ജസും കാര്യങ്ങളുമാണ്. നല്ല മിറർ ആ ഒരു രീതിയിലുള്ളതാണ് ബാക്കിലായിട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മൾ കണ്ടാൽ നമ്മുടെ മോൻ തന്നെ റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മിററിംഗ് ആണ് കമ്പനി നമ്മുടെ ഈ ഒരു ഫോണിൻ്റെ ബിൽഡിങ്ങിൽ കൊണ്ടുവന്നിട്ടുള്ളത്. സോ ബിൽഡ് വൈസ് എനിക്ക് ഈ ഒരു ഫോൺ കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രീതിയിലുള്ള ബിൽഡും കാര്യങ്ങളുമാണ് ആപ്പിൾ ഈ ഒരു ഫോൺ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്തുള്ള അഡ്വാൻറ്റേജും കാര്യങ്ങളിലും എനിക്ക് ബിൽഡ് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡിസഡ്വാൻറ്റേജും പറയുന്നതാണ് ഈ ഒരു ഫോൺ കേട്ടോ. സോ നല്ല രീതിയിലുള്ള ഫോണാണ്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ iPhone 12 സോ ഇത് അതിൻ്റെ 12 ആണ് കേട്ടോ. അതിൻ്റെക്കാളും കുറച്ചുകൂടെ ചെറുതായിട്ടുള്ള ഒരു ഫോണാണ്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ആ ഒരു ക്യാമറ നമ്മുടെ 13 Pro Maxൻ്റെ മൂന്നാമത്തെ ആ ഒരു ക്യാമറയുടെ തൊട്ട് താഴേക്കാണ് നമ്മുടെ iPhone 12 ഒരു സൈസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയായിരിക്കും നമ്മുടെ ഈ 12 കുറച്ചുകൂടെ സൈസൊക്കെ കൂട്ടിയ ഒരു ഫോണാണ് നമ്മുടെ iPhone 13 Pro Max. അപ്പോൾ ഇതിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് സൈസ് കുറവായിട്ടുള്ള ഫോണാണ്. ഓക്കെ സോ നമ്മുടെ iPhone 13 Pro Max നല്ല സൈസ് കുറവാണ്. ഇപ്പോൾ നമുക്കിവിടെ വെച്ചാൽ തന്നെ അറിയാൻ സാധിക്കും. ആ ഒരു ക്യാമറയുടെ തൊട്ട് താഴ്വശം മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ആ ഒരു തിക്നെസ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ iPhone 13 Pro Maxൽ കുറച്ച് വണ്ണം അവർ കൂട്ടിയിട്ടുണ്ട്. അതും കുറച്ചുകൂടെ വെയിറ്റ് കൂടുന്നതിൻ്റെ ഒരു കാരണമാണ് ആ ഒരു വണ്ണം കൂട്ടിയിട്ടുള്ളത്.
അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു തിക്നെസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം. പിന്നെ ആ ഒരു ബട്ടൺസ്, ആ ഒരു പോർട്സ് ആൻഡ് ബട്ടൺസിൽ പവർ ബട്ടൺ വന്നിരിക്കുന്ന സ്ഥലം നമ്മുടെ iPhone 12 സീരീസിൽ വന്നിട്ടുള്ളതായി. കാരണം iPhone 12 വന്നിട്ടുള്ളതിൽ കുറച്ച് ചെറുതാക്കിയാണ് വെച്ചിട്ടുള്ളത്. കാരണം ആ ഒരു എന്താ പറയുക കുറച്ച് ഇറുക്കി പ്രസ് ചെയ്തുകൊണ്ട് വരും. പക്ഷേ ഈ ഒരു 13 Pro Maxൽ കുറച്ച് കയറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഈ ഒരു എന്താ പറയുക വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവുന്നതാണ്. അപ്പോൾ എഡ്ജ് വൈസും അതോടൊപ്പം പവർ ബട്ടൺ, പോർട്സ് ആൻഡ് ബട്ടൺസും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ലൊരു ഫോണാണ്. പിന്നെ ഈ ഒരു ഫോണിൽ ജാക്ക് കിട്ടുന്നില്ല. പിന്നെ എനിക്ക് ഇതിൽ പോരായ്മയായിട്ട് തോന്നിയ വേറൊരു കാര്യം, റേഡിയോയും കിട്ടുന്നില്ല. അപ്പോൾ എന്ത് ഫോണാണെന്ന് അറിയത്തില്ല. എനിക്ക് തോന്നുന്നു ജാക്കില്ലാത്തതുകൊണ്ടായിരിക്കും ഈ ഫോണിൻ്റെ റേഡിയോ കിട്ടാത്തത്. 1,80,000 രൂപയുടെ ഫോണിൽ റേഡിയോ കിട്ടാത്തൊരു പന്ന കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ചാൽ ജാക്കില്ലാത്തതുകൊണ്ടായിരിക്കും. സോ ഇനിവേ നമ്മളതൊന്നും നോക്കുന്നില്ല. നമ്മുടെ 13 Pro Maxും 12 Pro Maxും എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എക്സാക്റ്റ് സെയിം ഫോണാണ്. നിങ്ങൾക്ക് ആ ഒരു സൈസ് കണ്ടാൽ തന്നെ മനസ്സിലാവും. പിന്നെ ഈ ഒരു ആപ്പിളിൻ്റെ ലോഗോയിൽ മാത്രമേ ആ ഒരു വ്യത്യാസം വരുന്നുള്ളൂ. അത് ഞാൻ നിങ്ങൾക്ക് വരുന്ന ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണാം, ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണെന്ന്. അപ്പോൾ ഒരു ക്യാമറ ലേഔട്ടിൽ രണ്ടിലും വ്യത്യാസം വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ 13 Pro Maxൽ നമ്മുടെ എന്താ പറയുക ക്യാമറയുടെ ആംഗിൾ കുറച്ച് വലുതായിട്ടാണ് അവർ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ 12 Pro Maxനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ആ ഒരു ലോഗോ ഉണ്ടോ, ആ ഒരു സൈസ് വ്യത്യാസമുണ്ട്. ആ ഒരു ലോഗോയുടെ പൊസിഷനിങ്ങും നമുക്ക് കുറച്ച് മുകളിലോട്ടും താഴോട്ടുമാണ് ഇരിക്കുന്നത്. ഇതൊക്കെയാണ് അവർ 12 Pro Maxൽ നിന്ന് 13 Pro Maxലോട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു അപ്ഗ്രേഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ അതും നല്ലൊരു എന്താ പറയുക കാര്യം തന്നെയാണ്. അപ്പോൾ എനിവേ നമ്മുടെ 12 Pro Maxും 13 Pro Maxും നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പകുതി പൈസ ഉണ്ടെങ്കിൽ, അതായത് ഇത്രയും വില കൂട്ടി പോകേണ്ട ആവശ്യമില്ല, ഇതിൻ്റെ പകുതി പൈസ ഉണ്ടെങ്കിൽ നമുക്ക് 12 Pro Max മേടിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ 12 Pro Maxലിടുന്ന കേസ്, അപ്പോൾ ഇത് ആപ്പിൾ ഒഫീഷ്യലി കൺഫേം ചെയ്തൊരു കാര്യമാണ്. നമ്മുടെ ഈ ഒരു 13 Pro Maxൽ കേസ് സപ്പോർട്ടബിൾ അല്ലെന്ന്. പക്ഷേ ഞാൻ ഇട്ടപ്പോൾ ഈ ഒരു കേസ് സപ്പോർട്ടബിൾ ആണ്. പക്ഷേ ചെറിയൊരു എന്താ പറയുക ഇറുകിയിരിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. അത് കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾ 12 Pro Max യൂസേഴ്സ് ആണെങ്കിൽ 13 Pro Maxൽ ഇട്ട് നോക്കുക. ഈ ഒരു സ്ഥലങ്ങളൊക്കെ വണ്ണിച്ചിരിപ്പുണ്ട്. ആ ഒരു പ്രശ്നം മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. അപ്പോൾ എന്താ പറയുക കുറച്ച് ഇറുകി ഒരു റബ്ബർ നമ്മളങ്ങനെ ഒരു ഫോണിൻ്റെ അത് കെട്ടി വയ്ക്കും, ആ ഒരു രീതിയിൽ ഇരിപ്പുണ്ട്. ഇതൊരുമാതിരി ആളെ പറ്റിക്കുന്ന പരിപാടിയാണ്. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ഫോണിൻ്റെ ആ കേസിന് തന്നെ വരും 10,000-3,000 രൂപ. അപ്പോൾ ഒരു കേസും ഒരു ചാർജറും പോലും തരാത്തൊരു കമ്പനിയാണ് ഈ ഒരു ആപ്പിൾ. ഇത് ഒരു കമ്പനിയുടെ ഡിസഡ്വാൻറ്റേജ് ആണ്. ഞാൻ ഇവരെ റോസ്റ്റ് ചെയ്യുക കുറ്റം പറയുന്നതല്ല. പക്ഷേ ഇത്രയും വലിയൊരു ഫോണിൽ ഈ ഒരു ഇത്ര ഇറുകിയ ഒരു കേസ് തരുന്നതിൻ്റെ ഒരാവശ്യമില്ല. പിന്നെ വോളിയം ബട്ടൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഇരിപ്പുണ്ട്. അത് ആ കേസ് വയ്ക്കുമ്പോൾ തന്നെ അറിയാൻ സാധിക്കും. ഇവിടെ ഒരു പൊത്തയും കൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു ഹോൾ വന്നിരിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ എന്താ പറയുക ഇവരുടെ എന്തോ ഒരു ആ ഒരു ഹോള് നമ്മുടെ 12 Pro Maxൽ ഏതൊരു ബട്ടണാണ് എനിക്ക് ഓർമ്മയില്ല. 12 Pro Maxൽ അവിടെ ഒരു ഹോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് എന്തിനാണെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ ആ ഒരു ഹോളിൽ കൂടെ നമ്മുടെ 13 Pro Maxലെ നമ്മുടെ വോളിയം ബട്ടൺ കാണാൻ സാധിക്കും. ഇനി ഇത് ഊരിയെടുക്കുന്നതാണ് കുറച്ച് കഷ്ടപ്പാട്. അത് കാരണം റബ്ബർ ആയതുകൊണ്ട് കുറച്ച് ഒട്ടിയിരിപ്പുണ്ട്. അതിനേക്കാളും നമുക്ക് വേറെ ഏതെങ്കിലും കേസ് വാങ്ങിച്ച് വയ്ക്കാം. സോ ഫോൺ സ്ക്രാച്ച് ആയെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്കിനി നമ്മുടെ ബാക്കി വിശേഷങ്ങളിലേക്ക് കടക്കാം. ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേ വന്നിരിക്കുന്നത് 6.7 ഇഞ്ചസിൻ്റെ സൂപ്പർ റെറ്റീന XDR OLED ഡിസ്പ്ലേ ആണ്. 120 Hz റീഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. HDR10+ സപ്പോർട്ടബിൾ ആണ്. ഡോൾബി വിഷൻ്റെ ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. 1000 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ് നമുക്ക് കിട്ടുന്നുണ്ട്. 1200 പീക്ക് നിറ്റ്സ് ബ്രൈറ്റ്നസും കിട്ടുന്നുണ്ട്. സോ നമ്മുടെ 12 Pro Maxന് 236 ഗ്രാം വെയിറ്റേ വരുന്നുള്ളൂ. 236.3 ഗ്രാം വെയിറ്റ്. പക്ഷേ നമ്മുടെ 13 Pro Maxൻ്റെ വെയിറ്റ് വരുന്നത് നിങ്ങൾ ജസ്റ്റ് നോക്കി നോക്കൂ, 239.2 ഗ്രാം. എക്സാക്റ്റ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ 240 ഗ്രാം വെയിറ്റാണ് വരുന്നത്. അതിൻ്റെ അകത്തുനിന്ന് എന്താ പറയുക 8 ഗ്രാം കുറവാണെന്നേ ഉള്ളൂ നമ്മുടെ ഈ ഒരു 13 Pro Maxന്. അപ്പോൾ ഈ ഒരു ഫോൺ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ബൾക്കിയും കുറച്ച് വെയിറ്റി ആയിട്ടുള്ളൊരു ഫോണാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്നത് 458 ppi ഡെൻസിറ്റി കൊണ്ട് ഡിസ്പ്ലേ വരുന്നുണ്ട്. സ്ക്രാച്ച് റെസിസ്റ്റൻ്റ് ആണ്. സെറാമിക് ഗ്ലാസ് വരുന്നുണ്ട്. ഒലിയോ ഫോക്ക് കോട്ടിങ് വരുന്നുണ്ട്. വൈറ്റ് കളർ ഗ്യാമട്ട് ട്രൂ കളർ ടോൺ വരുന്നുണ്ട് ഈ ഒരു ഡിസ്പ്ലേക്കകത്ത്. OS വരുന്നത് iOS 15 ആണ്. ചിപ്സെറ്റ് A15 ബയോണിക് ആണ്. 5nm പ്രോസസ്സറാണ്. GPU വരുന്നത് ആപ്പിളിൻ്റെ GPU 5 കോർ ഗ്രാഫിക്സിൻ്റെ GPU ആണ്. ഇത് നമുക്ക് 128ഉം 6ഉം ഉണ്ട്. മാക്സിമം നമുക്ക് കിട്ടുന്നത് 1TB 6GB വേരിയൻ്റ് ആണ് ലഭിക്കുന്നത്. ക്യാമറ നോക്കുകയാണെങ്കിൽ 12 മെഗാപിക്സലിൻ്റെ f അപ്പർച്ചർ 1.5x26mm വൈഡ് ക്യാമറ വന്നിട്ടുണ്ട്. PDF സപ്പോർട്ട് ഉണ്ട്. സെൻസർ ഷിഫ്റ്റ് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. 12 മെഗാപിക്സലിൻ്റെ f അപ്പർച്ചർ 2.877mm ടെലിഫോട്ടോ ക്യാമറ. PDF ഉണ്ട്. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ 3x ഒപ്റ്റിക്കൽ സൂം കിട്ടുന്നുണ്ട്. പിന്നെ നമുക്കൊരു 12 മെഗാപിക്സലിൻ്റെ f അപ്പർച്ചർ 1.8ൻ്റെ 30
mm-ന്റെ 120° അൾട്രാ വൈഡ് PDF TOF 3D LiDAR സ്കാനർ ഡെപ്തും കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. 4K to 60 FPS വരെ മാക്സിമം നമുക്ക് ബാക്ക് ക്യാമറ വെച്ച് പുഷ് ചെയ്യാം. 16 മെഗാപിക്സലിന്റെ 12 മെഗാപിക്സലിന്റെ ഫ്രണ്ട് ക്യാമറ കിട്ടുന്നുണ്ട്. 4K to 60 FPS എടുക്കാനായിട്ട് സാധിക്കും. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്. NFC സപ്പോർട്ടഡ് ആണ്. 1373 ഗ്രാമിന്റെ mAh ബാറ്ററി വരുന്നുണ്ട്. 20 വാട്ടിന്റെ ഒരു ചാർജർ നമുക്ക് മേടിക്കേണ്ടി വരും. സോ ഇത്രയും മാത്രമാണ് നമ്മുടെ iPhone 13 Pro Maxന്റെ വിശേഷം. കുറച്ച് സ്പീഡാക്കിയത് കാരണം ഇതിൻ്റെ റിവ്യൂയുടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കണ്ടുമുട്ടാം.